അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ലോകാവസാനത്തിന്റെ അടയാളങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പ്രധാനപ്പെട്ട 10 കാര്യങ്ങളിൽ ആദ്യത്തേതാണ് മഹ്ദി ഇമാമിന്റെ പുറപ്പാടെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നുണ്ട്. നബി തങ്ങളുടെയും ഖുലഫാഉർ റാഷിദുകളുടെയും എല്ലാം കാലം കഴിഞ്ഞ് എത്രയോ സംവത്സരങ്ങൾക്ക് ശേഷമായിരിക്കും ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരിക. അതിനിടയിൽ അക്രമങ്ങളും അധർമ്മത്തിന്റെ വക്താക്കളുമായ നിരവധി ഭരണാധികാരികൾ കഴിഞ്ഞു പോകാനുണ്ട്. ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എനിക്ക് ശേഷം ഭരണം നടത്തുക ഖലീഫമാരായിരിക്കും. പിന്നീട് അമീറുമാർ രംഗത്ത് വരും. പിന്നീട് ധിക്കാരികളും അഹങ്കാരികളുമായ ഒരു പറ്റം രാജാക്കന്മാർ ഭരണമേറ്റെടുക്കും. അതെല്ലാം കഴിഞ്ഞ ശേഷം എന്റെ കുടുംബത്തിൽ നിന്ന് ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടും. മഹ്ദി ഇമാമിന്റെ വരവിന് മുമ്പായി നബിയാണെന്ന് വാദിച്ച് 60-ലധികം പെരുങ്കള്ളന്മാർ, മറ്റൊരു റിപ്പോർട്ടിൽ 70-ലധികം എന്നുമുണ്ട്, പെരുങ്കള്ളന്മാരായ ആളുകൾ പ്രവാചകത്വം വാദിച്ചുകൊണ്ട് രംഗത്ത് വരുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഹാഫിൽ അബൂ നുഐം പറയുന്നു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു, എന്റെ സന്താന പരമ്പരയിൽ നിന്ന് ഇമാം മഹ്ദി പുറപ്പെടുന്നതുവരെ ലോകാവസാനം സംഭവിക്കുകയില്ല. താൻ പ്രവാചകനാണെന്ന് അവകാശവാദമുന്നയിക്കുന്ന 60 വ്യാജന്മാർ രംഗത്തു വന്ന ശേഷമല്ലാതെ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പ്രത്യക്ഷപ്പെടുകയുമില്ല. ലോകാവസാനത്തിന് വളരെ അടുത്ത കാലത്താണ് ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടുക. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുസ്ലിങ്ങൾക്കും റോമക്കാർക്കുമിടയിൽ 4 സന്ധി സംഭാഷണങ്ങൾ നടക്കും. അവയിൽ 4-മത്തേത് പുരാതന റോമ ചക്രവർത്തിയായ ഫിറഖലിന്റെ അഥവാ ഹിറാക്ലിയസിന്റെ കുടുംബത്തിൽ പിറന്ന ഒരാളുടെ കാർമ്മികത്വത്തിലായിരിക്കും നിർവഹിക്കുക. ആ സന്ധി 7 വർഷക്കാലം നീണ്ടു നിൽക്കും. അപ്പോൾ അബ്ദുൽ ഖൈസ് വംശജനായ മുസ്തൗരിദ് ബിനു ജയലാൻ എന്നു പേരുള്ള ഒരാൾ ചോദിച്ചു, നബിയെ, അന്ന് ജനങ്ങളുടെ ഇമാം ആരായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ സന്താന പരമ്പരയിലെ ഇമാം മഹ്ദി. അദ്ദേഹം 40-കാരനായിരിക്കും. മുഖം ജ്വലിക്കുന്ന താരകം കണക്കെ പ്രശോഭിതമായിരിക്കും. അമൂല്യമായ നിധികൾ പലതും അദ്ദേഹം പുറത്തെടുക്കും. ശിർക്കിന്റെ പട്ടണങ്ങൾ ജയിച്ചടക്കും. സത്യം മരിക്കുകയും അനീതിയും അക്രമവും അരങ്ങ് തകർക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് ജനങ്ങൾ അശ്രദ്ധയിലായിരിക്കെയാണ് ഇമാം മഹ്ദി പുറപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, അവസാന കാലത്ത് എന്റെ സമുദായത്തിന് ഭരണാധികാരികളിൽ നിന്ന് ശക്തമായ വിപത്തുകൾ വന്ന് ഭവിക്കും. ഇതുവരെ ആരും കേൾക്കുക പോലും ചെയ്യാത്ത കൊടിയ പരീക്ഷണത്തിന് മുസ്ലിം ഉമ്മത്ത് വിധേയരാവും. വിശാലമായ ഭൂമി വളരെ ഇടുങ്ങിയതായി അവർക്ക് അനുഭവപ്പെടും. അക്രമികളിൽ നിന്ന് വിശ്വാസികൾക്ക് അഭയം നൽകാൻ ആ നാളുകളിൽ ആരുമുണ്ടാവില്ല. അങ്ങനെയൊരു സാഹചര്യം വരുമ്പോഴാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പ്രത്യക്ഷപ്പെടുക. ഷാമിൽ നിന്നാണ് അന്ത്യനാളിലെ കുഴപ്പങ്ങളെല്ലാം പുറപ്പെടുക. സജ്ജനങ്ങൾ അന്ന് കഠിന പരീക്ഷണങ്ങൾക്ക് വിധേയരാകും. പക്ഷേ സ്വർണം അഗ്നിയിലിട്ട് ചൂടാക്കുന്നത് പോലെ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസത്തിന് മാറ്റു വർദ്ധിക്കുകയാണ് ചെയ്യുക. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഷാമിനെയോ ഷാമുകാരെയോ ഒരിക്കലും ആക്ഷേപിക്കരുതെന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. മഹാനവർകൾ പറയുന്നു, ഷാമുകാരെ മൊത്തം നിങ്ങൾ ആക്ഷേപിക്കരുത്, അവരിലെ അക്രമികളെ മാത്രം ആക്ഷേപിച്ചാൽ മതി. കാരണം ഷാം നിവാസികളിൽ അള്ളാഹുവിന്റെ നിരവധി മഹാന്മാരായ ഔലിയാക്കളുണ്ട്. അങ്ങനെ ഷാമിലെ കുഴപ്പങ്ങൾ പരിധി വിടുമ്പോൾ അല്ലാഹു തആല ആകാശത്ത് നിന്ന് ശക്തമായ പേമാരി വർഷിപ്പിക്കും. അവരെല്ലാം വെള്ളത്തിൽ മുങ്ങിത്താഴും. വളരെ ദുർബലന്മാർ യുദ്ധത്തിന് വന്നാൽ പോലും അവർക്ക് മുമ്പിൽ ഷാമുകാർ പരാജയപ്പെട്ടു പോകും. പിന്നെയാണ് ഇമാം മഹ്ദി നിയോഗിക്കപ്പെടുക. അങ്ങനെ അദ്ദേഹം മുഖേന ഷാമുകാർക്ക് ഐക്യവും ഐശ്വര്യങ്ങളും അല്ലാഹു തആല തിരികെ നൽകുകയും ചെയ്യും. ഇത് ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതേ ആശയം സൂചിപ്പിക്കുന്ന മറ്റൊരു ഹദീസ് ഹസ്രത്ത് സഈദ് ബിനുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നത് ഇങ്ങനെയാണ്, അന്ത്യനാൾ അടുക്കുമ്പോൾ ഷാമിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകും. നിസാര കാര്യങ്ങളുടെ പേരിലാണ് കുഴപ്പങ്ങൾ ഉണ്ടാവുക. കുട്ടിക്കളി പോലെയായിരിക്കും അതിന്റെ പ്രാരംഭം. പിന്നീട് അതിവേഗം മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യും.
ഒരു സ്ഥലത്ത് കുഴപ്പം അടങ്ങുമ്പോഴേക്കും മറ്റൊരു വശത്ത് കുഴപ്പങ്ങൾ പടർന്നു പിടിക്കും. അതങ്ങ് തീർന്നു കിട്ടുകയില്ല മഹ്ദി ഇമാം വന്ന ശേഷമല്ലാതെ. പ്രവാചക വചനങ്ങൾ പുലരുകയാണ്. നമ്മൾ അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷാമിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിക്കളി പോലെയായിരിക്കും അതിന്റെ പ്രാരംഭം. ഒരു സ്ഥലത്ത് കുഴപ്പമടങ്ങുമ്പോൾ മറ്റൊരു വശത്ത് കുഴപ്പങ്ങൾ പടർന്നു പിടിക്കുകയാണ്. ഷാമിന്റെ ഭാഗമായ ഇന്നത്തെ സിറിയയിൽ നാം കണ്ടു. സിറിയൻ സർക്കാരിനെതിരെ 4 വിദ്യാർത്ഥികൾ അവരുടെ വിദ്യാലയത്തിന്റെ ചുമരിൽ കുത്തി കുറിച്ചിട്ട പ്രതിഷേധ വാക്കുകളെ ചൊല്ലി സിറിയൻ സൈന്യം അവരെ അറസ്റ്റ് ചെയ്ത ആ രാത്രി തുടങ്ങിയ ആഭ്യന്തര കലാപം ഇന്ന് സിറിയ പിന്നിട്ട് ഇറാഖ്, ലിബിയ, ഈജിപ്ത്, ഇന്നിതാ യമനിൽ എത്തി നിൽക്കുകയാണ്. ലോക മുസ്ലിങ്ങൾ വിഷമത്തിലാണ്. എവിടെയും ഇരകൾ മുസ്ലിങ്ങൾ മാത്രം. മുസ്ലിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ധൈര്യമുള്ള ഒരാളെയും കാണുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന നീതിയുടെ വിമോചകൻ എവിടെ? ലോകം പ്രാർത്ഥനയിലാണ്. കാലം കൊതിക്കുന്ന യുഗപുരുഷൻ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി. മുഹമ്മദ് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അബൂ അബ്ദില്ലാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മഹ്ദി ഇമാം പ്രത്യക്ഷപ്പെടുന്നതിന്റെ മുമ്പായി സംഭവിക്കാൻ പോകുന്ന അടയാളങ്ങൾ ഒന്ന് പറയാമോ? അദ്ദേഹം പറഞ്ഞു, അബ്ബാസികളുടെ നാശമാണ്, അഥവാ രാജാക്കന്മാരുടെ നാശമാണ്. സുഫിയാനി പുറപ്പെടലാണ്. മരുഭൂമിയിൽ വലിയൊരു വിഭാഗം അഴുത്തപ്പെടലാണ്. ഞാൻ ചോദിച്ചു, അതിനെല്ലാം കുറെ കാലമെടുക്കില്ലേ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, അതെല്ലാം മാലമണികളെ പോലെയാണ്. ഒന്നിന് പിറകെ മറ്റൊന്ന് എന്ന നിലയിൽ അവ വരുന്നതാണ്. പിൽക്കാലത്ത് വരാനിരിക്കുന്ന വ്യാപകമായ കുഴപ്പങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീർഘദർശനം ചെയ്തിട്ടുണ്ട്. അബൂ സഈദിനിൽ ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്ക് ശേഷം നിരവധി കുഴപ്പങ്ങൾ സംഭവിക്കാനിരിക്കുന്നു. അവയിലൊന്നാണ് ഫിത്തുൽ അഹ്ലാസ്. ഒട്ടകത്തിന്റെ മുതുകിൽ വിരിക്കപ്പെടുന്ന വസ്ത്രങ്ങൾക്കാണ് ഹൽസ് എന്ന് പറയുക. അതിന്റെ ബഹുവചനമാണ് അഹ്ലാസ്. ഒരിക്കലും ഒഴിവാക്കാത്ത നീണ്ടുകിടക്കുന്ന കുഴപ്പങ്ങളായതുകൊണ്ടാണ് അവ ഈ പേരിൽ അറിയപ്പെടുന്നത്. പിന്നീട് വിദ്വേഷങ്ങളും തർക്കങ്ങളും ഉടലെടുക്കും. ഓരോന്ന് തീരുമ്പോഴേക്കും അതിനേക്കാൾ വലിയത് ഉടലെടുത്തിട്ടുണ്ടാവും. അറബികളുടെ ഒരു വീട്ടിൽ പോലും കുഴപ്പങ്ങൾ പ്രവേശിക്കാതിരിക്കില്ല. ഒരു മുസ്ലിമും അതിന്റെ തിക്തഫലം അനുഭവിക്കാതെ പോവുകയുമില്ല. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പ്രത്യക്ഷപ്പെടുന്നത് വരെ അത് തുടരുന്നതാണ്. മസാബിഹിൽ വളരെ വ്യക്തമായി ഈ കാര്യങ്ങൾ കാണാൻ കഴിയും. അബൂ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറയുന്നു, കൂഫ പട്ടണത്തിൽ സ്വഹാബി വര്യനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന പള്ളികളുടെ മതിലുകളും ചുവരുകളും തകർക്കപ്പെട്ടാൽ ആ ജനവിഭാഗത്തിന് അധികാരം നഷ്ടപ്പെടുകയും പിന്നീട് ഷാമുകാർ വലിയ കുഴപ്പത്തിലകപ്പെടുകയും ചെയ്യും. ഒരു രക്ഷയ്ക്കു വേണ്ടി അവർ മാർഗമന്വേഷിക്കും, പക്ഷേ അവർക്കത് ലഭിക്കില്ല. അതിനുശേഷം കൂഫാക്കും ഹിറാക്കുമിടയിൽ കൊലപാതകങ്ങൾ നടക്കും. അതും കഴിഞ്ഞാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു രംഗത്ത് വരിക. ഇമാം അബൂ ജഅഫർ റളിയല്ലാഹു അൻഹു പറയുന്നു, തുടരെയുണ്ടാകുന്ന ഭൂചലനങ്ങൾ, വിവിധ രൂപത്തിലുള്ള ആപത്തുകളും കുഴപ്പങ്ങളും, ആയിരങ്ങൾ മരിച്ചു വീഴുന്ന പ്ലേഗ് രോഗം, അറബികൾക്കിടയിൽ നടക്കുന്ന ശക്തവും രക്തപങ്കിലവുമായ യുദ്ധങ്ങൾ, ജനങ്ങൾക്കിടയിലെ അതിശക്തമായ ഭിന്നിപ്പ്, വിഘടനവാദങ്ങൾ എന്നിവയിലെല്ലാം മനം തകർന്ന് ജീവിക്കുന്നവർ മരണം പോലും കൊതിച്ചു പോകുന്ന ഒരു ദുർഘട ഘട്ടത്തിലാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വെളിപ്പെടുക. കിതാബുൽ ഫിത്തനിൽ ഇപ്രകാരം കാണാം. അബൂ കബീൽ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബ്ബാസിന്റെ സന്താന പരമ്പരയിൽ അധികാരമുള്ളിടത്തോളം കാലം ജനങ്ങൾ ക്ഷേമത്തിലും സന്തോഷത്തിലുമായിരിക്കും. അവരുടെ ഭരണം അവസാനിച്ചാലോ പിന്നീട് മുസ്ലിങ്ങൾ കുഴപ്പത്തിലാകും. ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെടുന്നത് വരെ അത് തുടരുകയും ചെയ്യും. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ ആഗമനത്തിന് തൊട്ടു മുമ്പായി അഹ്ലു ബൈത്താകുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം കൊടിയ പീഡനങ്ങൾക്ക് വിധേയരാകുമെന്ന് ചില ഹദീസുകളിൽ കാണുന്നുണ്ട്. നബി കുടുംബത്തിലെ അംഗങ്ങളെ ശത്രുതാ മനോഭാവത്തോടെ കാണുകയും അധികാരത്തിന്റെ ഹുങ്കിൽ അവരെ അടിച്ചമർത്തുകയും ചെയ്യുമത്രേ. നബി കുടുംബത്തോടുള്ള അന്ധമായ വിരോധം കാരണം മുഹമ്മദ്, അഹമ്മദ്, അലി, ഹംസ, ഹസൻ, ഹുസൈൻ, ഫാത്തിമ, റുഖിയ എന്നീ പേരുകളുള്ള കുട്ടികൾ വരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടും. നബി കുടുംബത്തിലെ ഗർഭസ്ഥ ശിശുവിന് പോലും രക്ഷയില്ലാത്ത കാലമായിരിക്കും അത്. അക്കാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷകൻ കൂടിയായ ഇമാം മഹ്ദി രംഗത്തു വരിക. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.